ഇവിടെ നിന്ന് ഖത്തറിൽ നല്ല മഴയും നല്ല കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ. പക്ഷേ എന്തുണ്ടായിട്ടെന്താ, നമുക്കൊരു സമാധാനത്തിൽ നമുക്കൊരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഒന്നുമല്ല. എന്താ ചെയ്യാം, ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് മാറി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് എന്നെ പോലത്തവർക്ക്, നമ്മളൊക്കെ എന്താ പറയുക, ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നതും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പടുത്തുയർത്തണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ജോബും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ വന്നിട്ടുള്ളത്. എത്ര കാലം ഇങ്ങനെ പിടിച്ചേക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ അടുത്തുള്ള ആസെറ്റ് കൊടുക്കാനാണെങ്കിൽ ആരും വാങ്ങും ചെയ്യില്ല. ഇപ്പോൾ വണ്ടികളൊക്കെ ഉണ്ട്, വണ്ടികളൊക്കെ വിൽക്കാൻ വിട്ട് കഴിഞ്ഞാലും ആരും വാങ്ങില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് നോക്കാം. അത്രേ ഉള്ളൂ. മഴ ഇങ്ങനെ കണ്ടു പോകുമ്പോഴേ ഈ പറഞ്ഞത് എൻ്റെ മാത്രം അവസ്ഥയില്ല കേട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ എന്താ പറയുക അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്നല്ല, എല്ലാ GCCയിലും ഉള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് നമ്മുടെ അവസ്ഥയല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും. അങ്ങനെ ശുഭാപ്തി വിശ്വാസം ഇവിടെ ഒന്നുമില്ല. നാട്ടിൽ വെഡ്ഡിങ്ങുള്ളിടത്തോളം അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. നാട്ടിൽ ഞാൻ കൊറോണ ടൈമിലൊക്കെ നാട്ടിൽ സ്റ്റക്കായ ടൈമിൽ വെഡ്ഡിങ്ങൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, പേടിയൊന്നുമില്ല. പക്ഷേ നമ്മളിവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട് എല്ലാതും കൂടെ ഇവിടെ ഇട്ടെറിഞ്ഞ് സെറ്റ് ആവേണ്ടല്ലോ എന്നുള്ളൊരു സംഭവമുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. വഴികളൊക്കെ ഒന്നല്ലെങ്കിൽ വേറൊന്ന് ഉണ്ടാവും. ഇത് ഡെസ്പായിട്ട് പറഞ്ഞതല്ല കേട്ടോ, ജസ്റ്റ് തോന്നിയത് പറഞ്ഞു എന്നുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മാത്രം അവസ്ഥയല്ല, ഇഷ്ടം പോലെ ആളുകളുടെ അവസ്ഥ സെയിമാണ്. നമുക്കൊക്കെ നമ്മുടെ കാര്യങ്ങൾ മാത്രം മാനേജ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റാഫുകളൊക്കെ ഉള്ള കമ്പനികൾക്കൊക്കെ, ബഡ്ഡിങ് സ്റ്റേജിലായിട്ടുള്ള കമ്പനികൾക്കൊക്കെ ഭയങ്കര സ്ട്രഗിളാകും. കാരണം എല്ലാം ഓഫാണ്. പ്രത്യേകിച്ച് നമ്മളെ മീഡിയ ഫീൽഡ് ഒക്കെ പറയുമ്പോൾ നോക്കില്ലാതെ വേറെ വഴിയില്ല. നേതാക്കന്മാരും വലിയ ലീഡേഴ്സിൻ്റെ ഈഗോ കാരണം നമ്മളെ പോലത്തെ സാധാരണക്കാർ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ.